നമസ്കാരം. മധ്യപൂർവേഷ്യ വീണ്ടും തീപ്പൊരി നിറഞ്ഞ യുദ്ധവക്കിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വാക്ക് വീണ്ടും ഉയർന്നു കേൾക്കുകയാണ് ആണവായുധം. സാമ്പത്തിക ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും നടുവിൽ അമേരിക്കയെ നേരിടാൻ ഇറാൻ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് മിസൈലുകളോ ഡ്രോണുകളോ അല്ല, മറിച്ച് കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ്. ഇനി ആക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം 90% ഉയർത്തുമെന്ന് ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ വിഭാഗം തുറന്നടിച്ച് മുന്നറിയിപ്പ് നൽകിയതോടെ ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ആണവാശങ്കകൾ കനക്കുകയാണ്. കയ്യിലുള്ള യുറേനിയം ശേഖരം അമേരിക്കയ്ക്കെതിരായ സമ്മർദ്ദത്തിനുള്ള പുതിയ ആയുധമാക്കാൻ ഇറാൻ രംഗത്തിറങ്ങി കഴിഞ്ഞു. ഇനി ആക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ആലോചിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താവിന്റെ ഭീഷണി. ഇറാൻ അമേരിക്ക ചർച്ചകൾ നയതന്ത്ര പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുകയാണ്. മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാന് നേരെയും പുതിയ ആരോപണങ്ങൾ ഇന്ന് ഉയർന്നു. ഇറാന്റെ പക്കലുള്ള 60% മുകളിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോയിലധികം യുറേനിയം ശേഖരമാണ് യുദ്ധത്തിന് തന്നെ കാരണം. ഇത് കൈമാറാൻ ഇറാൻ തയ്യാറാകാത്തത് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടാനുള്ള കാരണവും. ഇതേ ശേഖരമാണ് ഇറാന്റെ പുതിയ തുറപ്പുചീട്ട്. ഇനി ആക്രമണം ഉണ്ടായാൽ സമ്പുഷ്ടീകരണം 90% വഴി മുന്നിലുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അതായത് ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന്. ചുരുക്കത്തിൽ ആണവായുധ ഭീഷണി തങ്ങൾക്ക് ആണവായുധ പദ്ധതി ഇല്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട്. ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താവാണ് ഇത് പരസ്യമായി പോസ്റ്റ് ചെയ്തത്. തങ്ങൾ നൽകിയ 14 പദ്ധതി അംഗീകരിക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും പറഞ്ഞു വെച്ചു. നിലവിൽ ചർച്ചകളെ ഇറാൻ വലിച്ചു നീട്ടുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് എന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട്. വെടിനിർത്തൽ അന്ത്യത്തോടടുത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി പറഞ്ഞത്. ചർച്ച വഴിമുട്ടി നിൽക്കെ പാകിസ്ഥാൻ ആരോപണങ്ങളിൽ കുടുങ്ങി. ചർച്ചകളുടെ മറവിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ പാർക്കിംഗ് സൗകര്യം നൽകിയെന്നാണ് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാനായിരുന്നു ഇത് എന്നും ആരോപണം എന്നാൽ പാകിസ്ഥാൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇറാൻ ആകട്ടെ ഈയിടെ നല്ല ഗ്യാരണ്ടി നൽകാവുന്ന രാഷ്ട്രമായി ചൈനയെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ശേഖരം കൈമാറാൻ ഇറാൻ തയ്യാറാകാത്തതും അമേരിക്ക ഇറാൻ ചർച്ചകൾ നിലച്ചു പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദ സഹായത്തിന് മറുപടിയായി ഇറാൻ ഇപ്പോൾ പിന്തുടരുന്നത് ആണവ സമ്മർദ്ദ രാഷ്ട്രീയമാണെന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. നേരിട്ട് യുദ്ധം ആരംഭിക്കാതെ തന്നെ ലോകത്തെ ആശങ്കയിലാഴ്ത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധം ഇപ്പോൾ ഇറാൻ കൈവശമുള്ള യുറേനിയം ശേഖരമാണെന്ന ധാരണ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്ക്, എണ്ണ ഗതാഗതം, പശ്ചിമേഷ്യൻ സൈനിക താവളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ കൂടി ഉയരുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ കുലുങ്ങുമെന്ന മുന്നറിയിപ്പുകളും ശക്തമാവുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കടുത്ത നിലപാട് തുടരുന്നതിനിടെയാണ് ഈ ഭീഷണി ഉയരുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്താൻ പാടില്ല എന്ന അമേരിക്കൻ നിലപാട് വീണ്ടും ശക്തമായി ആവർത്തിക്കുമ്പോഴും ഇറാൻ തങ്ങൾക്ക് സമാധാനപരമായ ആണവ പദ്ധതി മാത്രമാണ് ഉള്ളത് എന്നാണ് ആവർത്തിച്ചിരുന്നത്. എന്നാൽ അതേസമയം സമ്പുഷ്ടീകരണം ഉയർത്താമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് ലോകരാഷ്ട്രങ്ങളെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇനി വെറും അമേരിക്ക ഇറാൻ പ്രശ്നമായി മാത്രം നിലനിൽക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ ഇതിനകം തന്നെ കൂടുതൽ സൈനിക നീക്കങ്ങൾക്ക് തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ പിന്തുണ ലഭിച്ചാൽ ഇറാനെതിരെ ആക്രമണം വ്യാപിപ്പിക്കാമെന്ന സൂചനകളും ഉയരുന്നു. അതേസമയം ചൈനയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൂടി ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ താവള സൗകര്യം നൽകിയെന്ന ആരോപണങ്ങൾ പുതിയ നയതന്ത്ര വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ വേഗത്തിൽ മാറുന്നുവെന്നത് വ്യക്തമാണ്. ഒടുവിൽ ലോകം ഇന്നൊരു അപകടകരമായ വഴിത്തിരിവിലാണ്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ അടുത്ത ഘട്ടം സാമ്പത്തിക യുദ്ധമോ എണ്ണ പ്രതിസന്ധിയോ മാത്രമാകില്ല, ആണവഭീഷണിയുടെ പുതിയ അധ്യായമായിരിക്കും. ഇറാൻ തുറന്നുകാട്ടുന്ന യുറേനിയം രാഷ്ട്രീയം അമേരിക്കയ്ക്കും പശ്ചിമ ശക്തികൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുമ്പോൾ ഒരു തെറ്റായ നീക്കം പോലും ലോകത്തെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.